ദിവസം കഴിയുന്തോറും സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാക്കുകയാണ് അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റ് ആയതിനു ശേഷം അത്ര സുഖകരമല്ല യുഎസും സഖ്യകക്ഷികളുമായുള്ള ബന്ധം. ഇപ്പോഴിതാ ഏഷ്യയിലെ മറ്റൊരു പ്രധാന സഖ്യകക്ഷിയുമായും ട്രംപ് ഉടക്കിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയോടാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. ഇറാൻ യുദ്ധത്തോട് അവർ നോ പറഞ്ഞതാണ് അതിനുള്ള കാരണം. ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഗണ്യമായി കുറയ്ക്കാനും ട്രംപ് പെന്റഗണിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനിൽ നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ സഹായിക്കണമെന്ന യുഎസ് അഭ്യർത്ഥന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മൈങ് നിരസിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അറിയിച്ചത്. ഇതോടെ വാഷിംഗ്ടണും സോളും തമ്മിലുള്ള സുരക്ഷാ ബന്ധങ്ങളിൽ വിള്ളൽ വീണിരിക്കുകയാണ്. ദക്ഷിണ കൊറിയ നൽകുന്ന പ്രതിരോധ പിന്തുണയുടെ സാമ്പത്തിക ബാധ്യതയെ ചോദ്യം ചെയ്തും ട്രംപ് രംഗത്തെത്തി. ദക്ഷിണ കൊറിയയുമായി വർഷങ്ങളായി നടത്തിവരുന്ന സംയുക്ത സൈനികാഭ്യാസങ്ങൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കാനാണ് ട്രംപ് പെന്റഗണിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ താൻ അടുത്തിടെ ലീയെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഇറാനിലെ സൈനിക നീക്കങ്ങളിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്ക് സഹായത്തിന്റെ ആവശ്യമില്ലെന്നും ഊന്നി പറയുന്നുണ്ട് ട്രംപ്. നിങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനോട് ചോദിച്ചത്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് സഹായമൊന്നും ആവശ്യമില്ല, എങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. എന്നാൽ വേണ്ട, നന്ദി എന്ന് മാത്രമായിരുന്നു ലീ ജെ-മൈങ്ങിന്റെ മറുപടി. കിം ജോങ് ഉന്നിൽ നിന്ന് ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കാൻ തങ്ങളുടെ 10,000-കണക്കിന് സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ ഇറാൻ യുദ്ധം പോലെയുള്ള ഒരു നിർണായക ഘട്ടത്തിൽ അമേരിക്കയെ സഹായിക്കാൻ ദക്ഷിണ കൊറിയ തയ്യാറാകാത്തത് വിചിത്രമാണെന്ന് ട്രംപ് പരസ്യമായി തുറന്നടിച്ചു. നിങ്ങളുടെ അയൽക്കാരനായ കിം ജോങ് ഉന്നിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ 39,000 സൈനികർ അവിടെയുണ്ട്. എന്നാൽ ഇറാനിൽ ഞങ്ങൾ നടത്തുന്ന വളരെ ലളിതമായൊരു സൈനിക നീക്കത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നില്ല. ഇത് വളരെ വിചിത്രമാണെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. ദക്ഷിണ കൊറിയയ്ക്ക് തുടർന്നും പ്രതിരോധ പിന്തുണ നൽകുന്നതിന്റെ യുക്തിയെക്കുറിച്ചും ട്രംപ് സംശയം പ്രകടിപ്പിച്ചു. ദക്ഷിണ കൊറിയയുമായി അമേരിക്ക വർഷം തോറും നടത്തിവരുന്ന പ്രമുഖ സംയുക്ത സൈനികാഭ്യാസമായ ഉൽച്ചി ഫ്രീഡം ഷീൽഡ് ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് ട്രംപിന്റെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന ഈ സൈനികാഭ്യാസങ്ങൾ അനാവശ്യമാണെന്നും ഇത് ഉത്തര കൊറിയയ്ക്ക് ശത്രുതാപരമായ തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നുമാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ഉത്തര കൊറിയൻ ഭീഷണികളെ ചെറുക്കാൻ ദക്ഷിണ കൊറിയൻ സായുധ സേനയും അമേരിക്കൻ സൈന്യവും സംയുക്തമായി നടത്തുന്ന ഒരു വലിയ പ്രതിരോധ പരിശീലനമാണിത്. ഈ വർഷം ഓഗസ്റ്റ് 17 മുതൽ 27 വരെ നിശ്ചയിച്ചിരുന്ന അഭ്യാസങ്ങളിൽ ദക്ഷിണ കൊറിയയുടെ 18,000 സൈനികർ പങ്കെടുത്തുകൊണ്ട് പരിശീലനം നിശ്ചയിച്ച പ്രകാരം ആരംഭിച്ചെങ്കിലും ട്രംപിന്റെ പുതിയ നിർദ്ദേശത്തോട് വരും ദിവസങ്ങളിൽ അമേരിക്കൻ പങ്കാളിത്തം ഗണ്യമായി കുറയ്ക്കാനാണ് പെന്റഗണിന്റെ നീക്കം. യഥാർത്ഥത്തിൽ കൊറിയൻ യുദ്ധത്തിന്റെ പാരമ്പര്യമായി ദക്ഷിണ കൊറിയയുടെ പ്രതിരോധം ശക്തമാക്കാൻ അമേരിക്ക ഏകദേശം 28,500 സൈനികരെയാണ് ഇവിടെ സ്ഥിരമായി വിന്യസിച്ചിട്ടുള്ളത്. എന്നാൽ ട്രംപ് തന്റെ പ്രസ്താവനയിൽ ഇത് 39,000 സൈനികർ എന്ന് ഉയർത്തിക്കാട്ടുകയായിരുന്നു. ട്രംപിന്റെ ഈ തീരുമാനം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന് ലഭിച്ച വലിയൊരു അവസരമായാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയും ദക്ഷിണ കൊറിയയും നടത്തുന്ന റിഹേഴ്സലുകളാണ് ഈ സംയുക്ത അഭ്യാസങ്ങളെന്നാണ് ഉത്തര കൊറിയ എപ്പോഴും വാദിക്കാറുള്ളത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനത്തോടെ ദക്ഷിണ കൊറിയയിൽ വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മ്യൂങ് രാജ്യം ഏതൊരു ഏറ്റവും മോശം സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ സംയുക്ത അഭ്യാസങ്ങൾ പ്രതിരോധപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ഉത്തര കൊറിയയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട്.